ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മുന്നിൽ വന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, അതൊരു മട്ടൺ സ്റ്റൂ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. അതിനുവേണ്ടി ഒരു 1.5 സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പൊട്ടാറ്റോ, ഫ്രഷ് ഗ്രീൻ പീസ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ഗ്രീൻ ചില്ലി, പെപ്പർ പൗഡർ, ഫ്രഷ് മസാല, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യമായ ഉപ്പ്, വെളിച്ചെണ്ണ, ഫ്രഷ് കോക്കനട്ട് മിൽക്ക്. ഇത് 1-ാം പാലും 2-ാം പാലും ഉണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത മട്ടൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചതച്ച് വെച്ചത് നമുക്ക് ഇതിനകത്തിടാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചുകൊണ്ട് 2 വിസില് നമുക്ക് ഈ സെയിം ടൈം തന്നെ നമുക്ക് വേറൊരു കുക്കർ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും ക്യാരറ്റും കൂടെ അതും വേവിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള, അതിലേക്ക് കുറച്ച് ഒരു ഉപ്പ് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പ് നമ്മുടെ മട്ടൺ ചെയ്യാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, വേവിക്കാൻ നേരത്ത്. അപ്പോൾ കുറച്ച് ഉപ്പ് മതി കേട്ടോ, ഒരുപാട് ഇടണ്ട. ഇതിനകത്തേക്ക് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റി കിട്ടും. സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ പച്ചമുളക് ഇടാം. ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രഷ് മസാല നമ്മൾ എടുത്തത് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഫ്രഷ് മസാലക്കകത്ത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു കറുവപ്പട്ട, കുറച്ച് കുരുമുളക്, 3-4 ഗ്രാമ്പു, കുറച്ച് ഏലക്ക. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാതുണ്ടോ, മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ വെള്ളം ഇട്ട് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. കുറച്ച് മതി കേട്ടോ. ഇനി ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചു തന്ന വെജിറ്റബിൾ അത് ഇവിടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുകൊണ്ടോ പൊട്ടാറ്റോയും ക്യാരറ്റും കൂടെ മാത്രമാണ് വേവിച്ചത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഇത് വേകാൻ വേണ്ടി കറിക്കകത്ത് കിടന്ന്. അപ്പം നമുക്ക് അതിൻ്റെ അത്രയും സമയം ആവശ്യമില്ല. അപ്പോൾ ഇത് സെപ്പറേറ്റ് ഒന്ന് ചെറുതായിട്ട്, ഒരുപാട് വേവിച്ച് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാൽ മതി, ആവി കയറിയാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട, ഇനി നമ്മൾ ഫ്രഷ് ഗ്രീൻ പീസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെപ്പറേറ്റ് വേവിക്കൊന്നും വേണം. കാരണം ഇത് ഇതിനകത്ത് കിടന്ന് അങ്ങ് വെന്തോളും. അപ്പം അത് അലുത്തും അധികം പോകത്തില്ല. അതുകൊണ്ടാണ് ഇത് വേവിക്കാത്തത്. ഇത് ഇതിനകത്തേക്ക്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെയ്യാൻ പോകുന്നത് 2-ാം തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. 15 മിനിറ്റ് ഒന്ന് വളരെ തീ കുറച്ച് വെച്ച് നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ മട്ടൺ സ്റ്റൂ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ഗ്രേവി എടുക്കാം. ഗ്രേവി മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ എടുക്കണ്ട. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഗ്രേവി മാത്രം അതെടുത്തിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ച കാഷ്യൂനട്ട് അത് ഈ ഗ്രേവി ആയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പം ഇതിനകത്ത് നമ്മൾ വെള്ളമോ മറ്റുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. വെള്ളം ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഗ്രേവി നമ്മൾ എടുക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഞാൻ ഗ്രേവി മാത്രം എടുത്തുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പം ചൂടാറിയിട്ട് മാത്രമേ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് തെറിക്കും. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ആ കാഷ്യൂനട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ക്യാഷ്യൂനട്ട് നമ്മളിപ്പം ചേർത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഏറ്റവും ചെറിയ തീയിലായിരിക്കണം ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല തിക്ക് ഗ്രേവി, അതിൻ്റെ നല്ല ഒറിജിനൽ അതിൻ്റെ കളറ്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഒരു ഡിഷിലേക്ക് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൺ സ്റ്റൂ അങ്ങനെ ഒരു ഡിഷിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന പാലപ്പമാണ്. ഇത് നമ്മുടെ പാലപ്പത്തിനോടൊപ്പോ അല്ലെങ്കിൽ കള്ളപ്പോ പൊറോട്ടയോ ഇതിനോടൊക്കെ പറ്റിയ ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.